എന്താണ് ഈ വരുത്തുപോക്കെന്ന് ആദ്യം തന്നെ പറയുക. അതെ, പല സ്ഥലങ്ങളിലും ഈ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. വരുത്തുപോക്കുണ്ടെന്ന് പറയുന്നുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞാലും ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ സാറ് പറഞ്ഞ ഈ മണിയുടെ സൗണ്ട്, മണിനാളം ഭയങ്കര പവർഫുള്ളാണ്. ഈ 5, 7 ഇടുമ്പോൾ കാറ്റില്ലെങ്കിലും ഒരു എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മണി അനങ്ങും. അത് നമ്മൾ കണ്ടുകൊണ്ട് കാണും, പക്ഷേ അടിച്ചിടുന്ന നിർബന്ധമൊന്നുമില്ല. എല്ലാ ദേവതകളും അങ്ങനെയല്ല. ഓക്കെ, ഇപ്പോ തെണ്ടൻ എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. തെണ്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീരഭദ്രൻ എന്ന് പറയുന്ന, അപ്പൊ എഞ്ചിനീയേഴ്സ് ഇത് പറയും പുച്ഛമാണ്, ഇതൊക്കെ നിസ്സാരമാണ്, ഇതൊക്കെ എഞ്ചിനീയേഴ്സ് പറയാറുണ്ട്, അതൊക്കെ വെറുതെ പറയണതാണ്, മണ്ടത്തരമാണ്. ചികിത്സന്റെ തത്വം അറിയാലോ. ഗ്ലാസ് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ വൈബ്രേഷൻ, നെഗറ്റീവ് ഇവിൽ സ്പിരിറ്റ് ഒക്കെ മാറും എന്നുള്ളതാണ് സങ്കല്പം. എന്ന പോലെ തന്നെയാണ് ഈ സൗണ്ടിന് പ്രത്യേകതയുണ്ട്, ഈ ബെല്ലിന്റെ സൗണ്ടിന് പ്രത്യേകതയുണ്ട്. എന്ന പോലെ തന്നെയാണ് ഈ ലാഫിംഗ് ബുദ്ധ, അതേപോലെ ഒരുപാട് മറ്റേ 3 കാലുള്ള ഈ തവളയുണ്ട്. ഇതെല്ലാം വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അത് അറിഞ്ഞ് അതേ രീതിയിൽ വയ്ക്കണം. അതിന് ഓവറായിട്ട് അതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കേരളമല്ല ജപ്പാൻ അല്ലെങ്കിൽ ചൈന, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ഈ തച്ചുശാസ്ത്ര വിദഗ്ധർ തന്നെ ഇത് ഇപ്പോൾ പിള്ളേർ പഠിച്ചു വരുന്ന കുറച്ച് ഇതുകൾ ശരിക്കും മനസ്സിലാക്കാണ്ടാണെന്ന് തോന്നുന്നു. ഈ ഞാൻ പറഞ്ഞ മാതിരി വൃഷഭയോനി ആണെന്നുണ്ടെങ്കിൽ വൃഷഭയോനി നല്ലതാണെങ്കിലും അത് പടിഞ്ഞാറ് കൊണ്ടുവയ്ക്കും, അല്ലെങ്കിൽ ഗജയോനി ആണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചു കൊണ്ടുവയ്ക്കും. ഗജയോനി കണക്കെന്ന് പറയുകയാണെങ്കിൽ തെക്ക് ദർശനത്തിൻ്റെയാണ്, അത് നേരെ വടക്ക് ദർശനത്തിന് പറ്റില്ല. തന്നെയല്ല ഇതിൻ്റെ അടുക്കള ഒരു ഗജയോനി കണക്ക് ഉള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ അത് തെക്ക് ദർശനമാണ്. തെക്ക് ദർശനത്തിൻ്റെ വീടിന് അടുക്കള സിംഹയോനി വയ്ക്കാൻ പറ്റില്ല, ഗജയോനി തന്നെ വേണം. കാരണം എന്താ, ഈ സിംഹം വളരെ കൺസെപ്റ്റ് ഇതാണ്. ഈ സിംഹവും ഗജം എന്ന് പറഞ്ഞ ആനയാണ്. ആനയും സിംഹവും ചേരില്ലല്ലോ. വൃഷഭവും ആനയും ചേരില്ല, വൃഷഭവും സിംഹവും ചേരില്ല. അപ്പൊ ധ്വജയോനി ആണെന്നുണ്ടെങ്കിൽ എന്തും ചേരും. ധ്വജയോനി കണക്ക് ഏത് സൈഡിലേക്ക് തിരിച്ചു വെക്കണേനും കുഴപ്പമില്ല, അതിന്റെ അടുക്കളയും ഏത് വെക്കണേനും കുഴപ്പമില്ല. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് അതാണ്. അപ്പൊ ഇത് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ എഞ്ചിനീയേഴ്സ് ഇത് പറയും പുച്ഛമാണ്, ഇതൊക്കെ നിസ്സാരമാണ്, ഇതൊക്കെ എഞ്ചിനീയേഴ്സ് പറയാറുണ്ട്, അതൊക്കെ വെറുതെ പറയണതാണ്, മണ്ടത്തരമാണ്. എന്നുവെച്ചാൽ അവര് ഈ ആളുകൾ ഇങ്ങനെ പ്രിഫർ ചെയ്യണത് കൊണ്ട് അവർ പഠിക്കും. അത് മനസ്സിലാവണ്ടോ? എന്നിട്ട് പറയും അവർ ഇത് ഭയങ്കര മണ്ടത്തരമാണ് ഈ കാണിക്കുന്നതൊക്കെ വെറുതെ എന്ന് പറയും. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇതിന് അതിൻ്റെതായുള്ള കാര്യങ്ങൾ കുറ്റിവെക്കുന്ന കാര്യങ്ങൾ സ്ഥാനം കാണുന്ന ഒരു വിദഗ്ധന് ഒരു ദിവസമേ വയ്ക്കാൻ പാടുള്ളൂ, ഒരു സ്ഥലത്ത് മാത്രമേ പാടുള്ളൂ, അതാണ് നിയമം. പക്ഷെ ഇന്നിപ്പോൾ എത്രയോ ആളുകൾ എത്രയോ സ്ഥലത്ത് വയ്ക്കുന്നു. ശരി. അപ്പോൾ അതിന് അതിൻ്റെതായുള്ള രീതികൾ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യേണ്ടത് നല്ലതാണ്. ആളുകൾ ഇതിനും ഒരു അവബോധം ആവശ്യമാണ്. ഞാൻ പറയുകയാണെങ്കിൽ സാമാന്യ ഒരു നോളജ് സാധാരണ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വേണം. സാർ, ഇത് വലിയൊരു സബ്ജക്റ്റാണ്, വാസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ്. വാസ്തു എന്ന് ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും സാറ് പറഞ്ഞതിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സി വരുന്ന പോയിന്റ്സ് ഉണ്ട്. അതിനകത്തിപ്പോൾ ഈ സാറ് പറഞ്ഞ മനുഷ്യാലയങ്ങൾ ഒരുപാട് വാലിഡ് പോയിന്റ്സ് ഉണ്ട്. മനുഷ്യാലയങ്ങൾക്കകത്ത് സാറ് പറഞ്ഞപ്പോൾ ഒരു 4-5 സബ്ജക്റ്റ് ഓർമ്മ വന്നു. അതായത് പഴയ എക്സ്പീരിയൻസുകളും നമ്മുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിന് തന്നെ പല എക്സ്പീരിയൻസുണ്ട്. മനുഷ്യാലയങ്ങളിൽ സാറ് പറഞ്ഞ പോലെ ഈ ധ്വജയോനി, ഈ നമ്മുടെ എന്താ പറയുക, ഓരോ സിംഹയോനി ഇത് നോക്കി വയ്ക്കാതെ പലരും ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എനർജി വേൾഡിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. എനർജി വേൾഡിലേക്ക് അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റില്ല. സാറിന് അറിയാലോ, പൂർണ്ണമായിട്ട് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സോളിന് മാത്രമാണ് എനർജി വേൾഡിലേക്ക് എത്താൻ പറ്റുക. അത് അറിയാത്ത കാലം വരെയും അവൻ അതിനെ എതിർക്കും. ഇതങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. സ്വാഭാവികമായിട്ടും എന്നത് മനസ്സിലാക്കുന്നോ അന്നാണ് ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് വരിക. ഈ വാസ്തുശാസ്ത്രത്തിൽ സാറ് പറഞ്ഞതുപോലെ മനുഷ്യാലയങ്ങളിൽ സാറ് പിശാച് വീതി എന്ന് പറഞ്ഞു. പല സ്ഥലങ്ങളിലും ഈ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. വരുത്തുപോക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുത്തുപോക്കിനകത്ത് സാർ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ വരുത്തുപോക്കെന്ന് പറയുമ്പോൾ പലരും പേടിയായിട്ടാണ് കാണുന്നത്. പലരും എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട്, പുള്ളി ഒരു കമ്പനിയുടെ CEO ആയിരുന്നു. പുള്ളി ഞാനും കൂടെ ഞാനൊരു റെപ്യൂട്ടഡ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടെറിട്ടറി ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനന്ന് ആന്ധ്ര ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി ഞാനിവിടെ നിസാമാബാദിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബെൽഗാമിൽ വന്നു. ബെൽഗാമിൽ വന്നിട്ട് നെക്സ്റ്റ് ഡേ ബോംബെയിലേക്ക് പോകണം. ഇങ്ങനെ പ്ലാനിലേക്ക് സമയത്ത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് കോളുണ്ട്. വൈഫും മോഡോ വീട്ടിലുള്ളത്, കിടന്നുറങ്ങാൻ പറ്റില്ല. രാത്രി 10 മണി കഴിഞ്ഞാലും ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ സാറ് പറഞ്ഞ ഈ മണിയുടെ സൗണ്ട്, മണിനാളം ഭയങ്കര പവർഫുള്ളാണ്. ഈ 5, 7 ഇടുമ്പോൾ കാറ്റില്ലെങ്കിലും ഒരു എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മണി അനങ്ങും. തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടുകൊണ്ട് കാണും. പക്ഷേ പലരും പേടിക്കേണ്ടതെന്ന് വെച്ചാൽ പലരും പറയില്ല, പലരും പറയും. ഈ മണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്,
വീട്ടിൽ പല പല സൗണ്ട് കേൾക്കുന്നുണ്ട്, ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വേണമെങ്കിൽ ആൾക്കാർക്ക് വേറെ രീതിയിൽ വെറുതെ പറയണമെന്ന് പറയാം. പക്ഷേ ദിസ് ഇസ് എ റിയൽ ട്രൂ സ്റ്റോറി. പുള്ളിയുടെ പേരെനിക്ക് പറയാനൊരു ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഈ പിശാച് വീതി എന്ന് സാറ് പറഞ്ഞതുകൊണ്ട് ഞാനിത് എടുത്ത് പറഞ്ഞതാണ്. സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഈ വരുത്തുപോക്ക് എങ്ങനെ മാറ്റാം? വരുത്തുപോക്കുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഈ വരുത്തുപോക്കെന്ന് ആദ്യം തന്നെ പറയുക. അതെ, ഈ വരുത്തുപോക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എനർജിയുടെ ഒരു സഞ്ചാരമാണത്. അതെ, എനർജി സഞ്ചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹ്യൂജ് എനർജി ഒരു സ്ഥലത്ത്, അതായത് ക്ഷേത്രം എന്നാണ് സങ്കല്പം, അല്ലെങ്കിൽ പള്ളി, എന്തെങ്കിലും ആയിക്കോട്ടെ, പള്ളിയിലും കാണാറുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും. അതെ അതെ. അപ്പോൾ എന്ത് എനർജി ആണെങ്കിലും ശരി, ആ എനർജി വേറൊരു സ്ഥലത്തേക്ക്, ഇതേ രീതിയിലുള്ള എനർജി സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് നമുക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനമാണ് അത്. കാണുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ട് ഗോളങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു രീതിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ കാണാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അല്ലാത്ത ആളുകൾക്ക് സാധിക്കില്ല, അത് ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ എൻ്റെ തറവാട്ടിൽ പണ്ടത്തെ ഒരു തറവാട്, ഭയങ്കര ഒരു പഴക്കം, ഒരു 600 വർഷത്തെ പഴക്കമുള്ള ഒരു തറവാട്. അപ്പോൾ ആ തറവാടിൽ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ട ആ സമയത്താണ്. അപ്പോൾ പഴയ വീടാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ വൈഫ് ആദ്യമായിട്ട് വരുവാണല്ലോ വീട്ടിൽ. അവൾ ഒരു 3 മാസത്തേക്ക് ഇത് തന്നെ, അതായത് ഫ്രണ്ടിൽ വന്നിങ്ങനെ കാലിങ്ങനെ ടക്ക് 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 എന്ന് കേൾക്കും. പിന്നെ കേൾക്കണത് നേരെ വീടിൻ്റെ പുറകിലായിട്ട് ടക്ക് 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 നടന്നു പോകുന്നതായിട്ട് കേൾക്കണം. ഒരു കുറച്ച് ദിവസം മിണ്ടായിട്ടിരുന്നു. ചോദിച്ചു എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഉണ്ട്. കാരണം അച്ചിച്ചൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ മുത്തച്ഛൻ ഈ ഒരു യോഗിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാരമുണ്ട് ഇതിന് എന്നുള്ളതാണ് സങ്കല്പം. അതിന് വീത് വയ്ക്കാറുണ്ട്, സങ്കല്പം അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു എനർജി അവിടെ ഉണ്ട്, ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ തന്നിരുന്നത്. അപ്പോൾ പറഞ്ഞു ഇതെന്തെങ്കിലും കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛൻ്റെ വീട്ടുകാരൻ്റെ വേറൊരു കുടുംബമായിട്ട് വരില്ല, അവരുടെ മക്കള് അത് ഇത് മാറ്റി. അതിനുശേഷം ഉണ്ടാവില്ല. പക്ഷേ ഇത് നല്ലതല്ലേ, പിതൃക്കളുടെ ഒരു പ്രസൻസ് അതെ, അത് അവർക്ക് താല്പര്യമില്ല. കാരണം നമുക്കാണ് ഗുണം, അവർക്കല്ല ഗുണം. കാരണം വെച്ചാൽ കുടുംബങ്ങളാകുമ്പോൾ തലമുറകൾ മാറിക്കഴിയുമ്പോൾ കുടുംബങ്ങൾ വേറെ വേറെ ആയിട്ട് മാറിയില്ല. അപ്പൊ അവര് മക്കൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അലിഞ്ഞു നടക്കണമെന്നാ പറയാ, അലിഞ്ഞു നടക്കാൻ പറയാന്ന് തന്നെ പറയാം. അപ്പൊ അത് വേഗം തന്നെ അവര് കൊണ്ട് ക്ഷേത്രബന്ധിയായി കളഞ്ഞു. അപ്പൊ അത് അവിടെ നിന്നു, ഒറ്റയടിക്ക് സ്റ്റോപ്പ് ആയിട്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന ആള് അവിടെ ഉണ്ടല്ലോ, അവര് ചെയ്തു, കർമ്മം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സായുജ്യം ചെയ്തു, അവർ സായുജ്യപ്പെടുത്തി ക്ഷേത്രബന്ധിയാക്കി, അതിന് സ്ഥാനം പോയി എന്ന് പറഞ്ഞു. അപ്പം എന്ന പോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക്, ഇപ്പോൾ ദേവിയുടെ ക്ഷേത്രം, ഇപ്പോൾ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ചേട്ടത്തി അനീതി എന്നുള്ള സങ്കല്പങ്ങളുള്ള പല ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു ആണ്ടിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ അവർ സഞ്ചരിക്കുന്നു എന്ന് തന്നെ പറയുക. ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. കാരണം ഹ്യൂജ് എനർജിയാണ് അവിടെ ഇരിക്കുന്നത്, നമ്മൾ ഊഹിച്ച് ഭയങ്കരമായിട്ട് വെച്ചേക്കണം ആ സങ്കല്പം. അപ്പോൾ ആ എനർജി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പോകുന്ന സ്ഥലത്ത് സാധാരണ മനുഷ്യർക്ക് അവിടെ താമസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇതൊരു പറഞ്ഞില്ലേ, എനർജി പോകുന്ന സമയത്ത് കാര്യം അവർ ദോഷത്തിനല്ല നിൽക്കുന്നതെങ്കിൽ പോലും നമുക്കത് നെഗറ്റീവ് ഉണ്ടാക്കും. അതാണ് എൻ്റെ സങ്കല്പം. അത് തന്നെ അടിച്ചിടുന്നത് ഡിഫറെൻ്റ് ആണ്. അടിച്ചിടുന്ന നിർബന്ധമൊന്നുമില്ല, എല്ലാ ദേവതകളും അങ്ങനെയല്ല. ഇപ്പോൾ തെണ്ടൻ എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. തെണ്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീരഭദ്രൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഗ്നിഭൈരവൻ എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ സഞ്ചാരം കുറച്ച് പവർഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ കാളി ക്ഷേത്രങ്ങളാണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. ദുർഗാക്ഷേത്രങ്ങളിൽ അത്രയും പ്രശ്നങ്ങൾ കാണാറില്ല. ദുർഗാക്ഷേത്രങ്ങൾ ഉള്ളത് നേരിട്ടറിയാവുന്ന കാര്യങ്ങളുണ്ട്. ദുർഗാക്ഷേത്രത്തിലെ സഞ്ചാരം, കാരണം ആലുവ ചീരക്കടാമ്പലത്തിലെ ദുർഗാ ക്ഷേത്രമാണ്. അവരുടെ സഞ്ചാരങ്ങൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ തറവാട് അവിടെയാണ്. അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ടുള്ള സംഭവമാണ്. ഇതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ, ഒരു അനദർ ക്വസ്റ്റ്യൻ ആണ്. കാരണം ക്ഷേത്രത്തിന് തച്ചുശാസ്ത്ര വിധി പ്രകാരം ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഓരോ ക്ഷേത്രം, ദേവീക്ഷേത്രമായാലും ശിവക്ഷേത്രമായാലും വിഷ്ണു ക്ഷേത്രമായാലും ഓരോന്നിനും ഓരോ വേദങ്ങൾ പറയുന്നുണ്ട്. വേദത്തിനനുസരിച്ചിട്ടാണ് വീട് പണിയേണ്ടത്. ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ കിഴക്ക് ഭാഗം കൊണ്ട് കുറച്ച് സൂക്ഷിക്കണം, ഒരു വീട് വയ്ക്കണമെങ്കിൽ തെക്ക് ഭാഗത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ വേദങ്ങളുള്ള സ്ഥലങ്ങളിലൊന്നും വീട് പൊക്കത്തിൽ പണിയാൻ പാടില്ല. അതിന് പണിയണമെന്നുണ്ടെങ്കിൽ അതിന് റെമഡി ആയിട്ട് ഞങ്ങൾ പറയാറ് ഒരു മുറി, പൂജാമുറി മാതിരി ഒരു മുറി ഒഴിച്ചിട്ടേക്കുക, അവിടെ ആരും കയറാണ്ട്. സങ്കല്പം അതാണ്. കാരണം ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു ഇരിപ്പിടം അദ്ദേഹത്തിന് കൊടുക്കണം, ആ ദേവന് കൊടുക്കണം, ദേവതയ്ക്ക് കൊടുക്കണം. അതൊരു കാരണമാണ്. അങ്ങനെ വീട് പണിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഈ സഞ്ചാരമുണ്ട്. സർപ്പത്തിൻ്റെ സഞ്ചാരം കാണാറുണ്ട്. അതാണ് വളരെ രൂക്ഷം. സർപ്പത്തിൻ്റെ സഞ്ചാരം വരുമ്പോൾ ആ ഒരു വീട്ടിൻ്റെ രോഗം ഉണ്ടാവും, ഉറപ്പാണ്. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ,
വിഭ്രാന്തികൾ, മാനസിക വിഭ്രാന്തികൾ ഇതെല്ലാം ഉണ്ടാവാറുണ്ട്. ചെറിയ ചെറിയ ചൊറികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. തന്നെയുമല്ല ഈ വീട്ടിൽ അശുദ്ധിയായിട്ട് ഓരോരോ സാധനങ്ങൾ ഇടുക. അശുദ്ധിയായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് അതങ്ങനെ വലിച്ചെറിയുക, അങ്ങനെ ഒരു പരിസരമൊക്കെ വളരെ മലിനപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് കാണാറുണ്ട്. സർപ്പശാപം അല്ലെങ്കിൽ സർപ്പബാധയൊന്നും ഉണ്ടായിട്ടല്ല, ഈ സഞ്ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്ക് കിഴക്കൻ മൂലയിൽ നായിങ്കണ അല്ലെങ്കിൽ ഞാങ്ങണ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കരിമ്പ് വാരി നിൽക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഈ പാടങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ ഫെസിലിറ്റി ഇവിടെ അടുത്ത് ഇഷ്ടംപോലെ പുറമെ നിറയപ്പുണ്ട്. അതിൻ്റെ ഒരു നാമ്പ് കൊണ്ടുവന്ന് വടക്ക് കിഴക്കൻ മൂലയിൽ ഒരു ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പൾസസ് കുറയാറുണ്ട് കമ്പാരിറ്റീവ്ലി. അനുഭവങ്ങളാണ് ഇത് പറഞ്ഞു കൊടുത്തിട്ട്. റെമഡി, ഇതൊക്കെയാണ് റെമഡി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിരിക്കും. കാരണം ഈ വലിയൊരു ലോറി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് താഴ്ത്തി ഇങ്ങനെ ഒഴുകി വരികയാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ലോറിയെക്കാട്ടിലും വലിയൊരു ഊട് വെക്കേണ്ട കാര്യമില്ല. വലിയൊരു കല്ല് വെച്ചാൽ മതി നല്ല രീതിയിൽ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ മാതിരിയാണ്. വലിയ ദോഷങ്ങളാണെങ്കിലും കറക്റ്റായിട്ട് അതിൻ്റെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നിസ്സാര രീതിയിൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടരുത്, അല്ലെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇത് ഇന്ന പൂജ ചെയ്യണം, ഹോമം ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. പക്ഷെ എനിഹോ ഒരു വീട്ടിൽ ഈ തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണെങ്കിലും കൊല്ലത്തിലൊരിക്കൽ ഒരു ഗണപതി ഹോമം, ഭഗവതി സേവനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അത് ഹൈന്ദവ രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാത്ത ആളുകൾക്ക് വെഞ്ചരിക്കാം. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ വെഞ്ചരിക്കാം. മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ മൗലൂദ് നടത്താം. മൗലൂദ് നടത്തുന്നത് നല്ലതാണ്. പക്ഷെ അത് അവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് ചെയ്യണം. അത് നല്ലതാണ്. ഇതിലും വിശ്വസിക്കാത്ത ആളുകളുണ്ട് കേട്ടോ. എല്ലാത്തിലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. മുസ്ലിംസിലുണ്ട്, ക്രിസ്ത്യൻസിലുണ്ട്, ഹിന്ദുസിലുണ്ട്. അപ്പൊ വിശ്വസിക്കാത്ത ആൾ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. പ്രാർത്ഥിച്ചാൽ മതി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഇതിലൊന്നും വിശ്വസിക്കാണ്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അല്ലേ? അവധൂതന്മാരുണ്ട്. അവധൂതന്മാർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? അവധൂതന്മാർക്ക് ശരീരം പോലും പ്രശ്നമല്ല. അപ്പൊ അങ്ങനെയുള്ള ആള്, അങ്ങനെ ആ ലെവലിൽ എത്തിയ ആളുകൾക്ക് ഇതൊന്നും വേണ്ട, സുഖമായിട്ട് ജീവിക്കാം. എന്താ പറയുക, ആ ചൈതന്യത്തെ ഉൾക്കൊള്ളാം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ ജീവിക്കുകയാണ്, ഗ്രസ്തനാണ്, നമ്മൾ ഗാർഹികമായിട്ട് കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതാകണം. തന്നെയുമല്ല, ഒരു കാര്യം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, സാറേ ഞാൻ ഈ വീടിൻ്റെ ദോഷം പറഞ്ഞു, വീടിൻ്റെ ദോഷം മാറ്റി, മറ്റുള്ള ദോഷം മാറ്റി, പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും എനിക്ക് വരുന്നത് എന്നൊരു ഭയങ്കര ക്വസ്റ്റ്യനാണത്. കാരണം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല. അത് വരാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. തച്ചുശാസ്ത്രമായാലും ശരി, ജ്യോതിഷത്തിൻ്റെ കാര്യങ്ങളായാലും ശരി, ഈശ്വരാധീനത്തിലുള്ള കാര്യങ്ങളായാലും ശരി, അത് ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ് വേണ്ടത്? ഞാൻ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഞാൻ റിയലൈസ്ഡ് ആവുക, എന്താണ് ഞാൻ എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ അസറ്റ് അല്ലെങ്കിൽ എന്താ ഡെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് മെറിറ്റ്, ഡീമെറിറ്റ്, ഇത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇരുട്ട് കണ്ടു നമ്മൾ പേടിച്ചു. ആ ഇരുട്ട് കണ്ട് നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്ന സമയത്ത് ആ ഇരുട്ടിനെ അവിടെ ചെന്ന് നോക്കുകയാണ്, എന്നാണ് നോക്കിക്കഴിഞ്ഞാൽ പേടി മാറി ഇല്ലേ എന്ന പോലെയാണ്. അവർ ടോർച്ച് അടിച്ചാൽ മതി. ടോർച്ച് അടിച്ചാൽ വെളിച്ചം വന്നു. അപ്പോൾ ഇരുട്ടെന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. ദ്വൈതവും അദ്വൈതവും പറയണവരെയാണ് അത്. ഇരുട്ടെന്ന് പറയുന്ന അവസ്ഥയൊന്നുമില്ല, വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ടെന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു പ്രശ്നം. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിഹാരം നിങ്ങളിൽ തന്നെയാണ്, എന്നിലല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്ക്. പിന്നെ മെഡിറ്റേഷൻ എല്ലായിടത്തും പറയാനുള്ള കാര്യമാണ്. മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാഗ്രതയാണ്, മനസ്സിൻ്റെ ഏകാഗ്രതയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ചക്രാസ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ചക്രാസ് എല്ലാം പഠിക്കണം. ബേസിക്കലി എന്താണ് ചക്രാസ്, എന്താണ് എനർജി, അതിൻ്റെ ട്രാൻസ്മിഷൻ എന്താണ്, ഏത് തരത്തിൽ പോകുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് പഠിക്കണം. അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് 10 മിനിറ്റ് നേരെ എല്ലാ ആളുകൾ വരുന്ന ആളുകളടുത്തും പറയാറുണ്ട്. അറിയാവുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളടുത്ത് പറയാറുണ്ട് തീർച്ചയായിട്ടും. കാരണം ഒരു സിമ്പിളായിട്ട് ആളുകളൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, അയ്യോ ഇത്ര സിമ്പിളാണോ മനുഷ്യർ? പല ആളുകളും ഉണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് അങ്ങ് പറയണ കാണുമ്പോൾ നമ്മൾ എന്ത് പറയണേ, എന്ത് പറയാനില്ല. അത്ര സിമ്പിളായിട്ടുള്ള ആളുകളുണ്ട്. ഷൂഡായിട്ടുള്ള ആളുകൾ ഇല്ല എന്നല്ല പറയണേ. പക്ഷേ മിക്കവാറും വരുന്ന ആളുകൾ വളരെ നൈസായിട്ടുള്ള ആളുകളാണ്. അവരെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അല്ല, ഇങ്ങനെ ഒരു ചൂഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തിരിച്ചടി എന്തായാലും ഉണ്ടാവുമല്ലോ സാറേ. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇതാണ്. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കൂ. നിത്യേന നിങ്ങൾ പഠിപ്പിക്കേണ്ടത് കാലത്തും വൈകുന്നേരം ഉച്ചയ്ക്കും ഒക്കെ എന്തായാലും ചെയ്യണം, ഏത് തരത്തിലും മുന്നോട്ട് പോകണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും. സജഷൻ കൊടുക്കുക.
നിങ്ങൾ പിക്ചറൈസ് ചെയ്യുന്ന മാതിരി, സിനിമയിൽ കാണുന്ന മാതിരി നിങ്ങളുടെ ഐഡിയാസിനെ നിങ്ങൾ കൺസീവ് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കുക. പിക്ചറൈസ് ചെയ്ത മാതിരി കറക്റ്റായിട്ട് കാണുക. നിങ്ങൾ അതിന് സംഭവിക്കുന്നു, ഇന്ന സംഭവിക്കുന്നു എന്നുള്ളത്. ആ എനർജിയെ നിങ്ങൾ അതിലേക്ക് കടത്തി വിടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. ഇതാണ് പറയാറ് മെയിനായിട്ട്. സന്തോഷം. അതായത് ഈ പറയുന്ന വാസ്തു എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കൂടെ നമ്മൾ ഇത്രയും പോർഷൻസിലേക്ക് കടന്നു, എനർജി വേൾഡിൽ വരെയും സാറ് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകട്ടെ. അതിലുപരി ഒരു വാസ്തു എന്ന് പറയുന്ന ചെറിയൊരു സംഭവമല്ല, നല്ലൊരു വിദഗ്ധനെ കണ്ട് സാറ് പറഞ്ഞതുപോലെ ആ വീതികൾ ഏതാണെന്ന് കറക്റ്റായിട്ട് ഏത് പോർഷൻസിലാണ് എനർജി ഉണ്ട് അത് പ്രോപ്പറായിട്ട് ആ ഒരു പ്രൊപ്പഗണ്ടയിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ലതേ ഒരു നന്ദി.